പലർക്കും ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് അറിയില്ല. പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു സൈഡ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എന്താണ് ഒരു പോം വഴി, അതിനെപ്പറ്റി അത് ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പലർക്കും ഈ ഒരു സൈഡ് ജഡ്ജ്മെന്റ് കിട്ടാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കും. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മുടെ റോഡ് ഏത് ഭാഗത്താണ് കിടക്കുന്നത്, ഈ ഭാഗത്താണ് കിടക്കുന്നത്, കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അതിപ്പം ആ പുല്ലിനകത്ത് നിങ്ങൾ അതിനെ കറക്റ്റ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കും. ഈ ഒരു രീതിയിലാക്കുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾ ആ മൂലം നോക്കുമ്പോൾ എന്ത് ചെയ്യും, കറക്റ്റ് നിങ്ങൾക്ക് റോഡിൽ കൂടെ കറക്റ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു. അതേസമയത്ത് നിങ്ങൾ ആ മിററിൽ ഒന്ന് നോക്കി, മിററിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ റോഡിന് എത്രത്തോളം വണ്ടി മാറി കിടപ്പുണ്ടെന്ന്. കാണാം, ഇത്രത്തോളം നമ്മൾ വണ്ടി മാറി കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കാതെ നിങ്ങൾ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഈ ലെഫ്റ്റ് സൈഡുമായിട്ട് കൃത്യമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ, കാരണം ഇവിടെ എവിടെയാണ് കൃത്യമായിട്ട് നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ സെന്റർ ഭാഗത്താണ് ഒരു കാരണവശാലും നിങ്ങൾ നോക്കരുത്. കാരണം പലർക്കും നീളത്തിന്റെ വ്യത്യാസം വരാം, അതുപോലെ തന്നെ ഡാഷ്ബോർഡിന്റെ വ്യത്യാസം വരാം. കാരണം നമ്മുടെ ഓരോ വാഹനത്തിന്റെ ഡാഷ്ബോർഡിന്റെ വ്യത്യാസം പലതാണ്. കാരണം ചില വാഹനത്തിന് പൊക്കം കൂടുതൽ കാണും, ചില വാഹനത്തിന് പൊക്കം കുറവ് കാണും. നിങ്ങൾക്ക് ഇത് മനസ്സിലാകുമ്പോൾ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം വെച്ചാൽ ഈ വാഹനത്തിന്റെ ഡാഷ്ബോർഡിന്റെ പൊക്കം കൂടുതലാണ്, പക്ഷെ ഇതേ പൊക്കമല്ല വേറൊരു വാഹനത്തിന്. ചിലപ്പോൾ പൊക്കം കൂടിയതും കാണും, കുറഞ്ഞതും കാണും. അപ്പൊ പിന്നെ നമുക്ക് ഒരു കാരണവശാലും ആ സെന്ററിൽ വെച്ച് എന്ത് ചെയ്തില്ല, കിട്ടത്തില്ല. നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഇത് കണ്ടില്ല, ഞാനിപ്പം ഇത് ഇത്ര നമ്മൾ ഈ പൊക്കത്തിന് മുകളിൽ കൂടെ ഒന്ന് പൊക്കം ഉള്ളവർക്ക് മാറ്റി നമുക്ക് ആ വ്യൂ അങ്ങോട്ട് വരും, ഈ ഭാഗത്ത് ഇങ്ങോട്ട് വരും. അതേ സമയത്ത് നമ്മള് പൊക്കം ഇല്ലാത്തവരോ അങ്ങോട്ട് പോകും. അപ്പൊ നമുക്ക് ഒരു വാഹനത്തിന്റെ ഒരേ പൊക്കം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സെന്റർ കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ സെന്ററിൽ നിന്ന് സ്വല്പം ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നല്ല പ്ലെയിനായ സ്ഥലത്ത്, ഇതുപോലുള്ള തട്ടുന്ന മുട്ടുന്ന സ്ഥലത്ത് പോയി നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാതെ അല്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു ലൈനും വല്ലതും വരച്ചിട്ട്, നല്ല പ്ലെയിൻ ആയ സ്ഥലത്ത് ലൈൻ വല്ലതും വരച്ചിട്ട് നിങ്ങൾ ഇവിടെ ഒരു അടയാളം വല്ലതും വെച്ചതിന് ശേഷം ചെയ്യാം. നിങ്ങൾ ഇന്ന് ഇതിനെ കറക്റ്റ് ആയിട്ട് ആ ലൈനുമായിട്ട് ഇങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് ഓടിച്ചു നോക്കുക. നിങ്ങൾ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ അവിടെ ലൈൻ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് കറക്റ്റ് ആ ലൈനിൽ ആകുമ്പോൾ അങ്ങോട്ടും പോകുന്നില്ല, അതായത് ഇങ്ങോട്ട് ഇറങ്ങുന്നുമില്ല, അങ്ങോട്ടും പോകാതെ വൈഡും പോകാതെ നിൽക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആകുമ്പോൾ നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾ ഇറങ്ങി നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആ മിററിൽ കൂടെ നോക്കണം കൃത്യം ലൈനാണ്. അപ്പൊ അത്രത്തോളം വന്നാലും നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത്. ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്നവരെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. പലരും പലരുടെയും പല രീതിയാണ്. ഓരോരുത്തർക്കാണെങ്കിൽ ഇങ്ങോട്ട് ഇവിടെ ഇരിക്കും, ചിലർക്കാണെങ്കിൽ ഇവിടെ ഇരിക്കും, ചിലർക്കാണെങ്കിൽ ഇവിടെ ഇരിക്കും, ചിലർക്കാണെങ്കിൽ ഇത്രത്തോളം വന്നാലേ എന്ത് ചെയ്തോളൂ, കിട്ടുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെ നീളത്തിനാണ്. അതുപോലെ തന്നെ സീറ്റിന്റെ വ്യത്യാസം വരുമ്പോഴും അതുപോലെ ചില എല്ലാ വാഹനത്തിന്റെ ഒരേ സീറ്റിന്റെ പൊക്കമല്ല, ചില സീറ്റിന്റെ ഒക്കെ പൊക്കം കൂടുതലുണ്ടാകും, പൊക്കം കുറവുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ആളുടെ നീളം, കാരണം ഈ ഒരു വിഷ്വൽ നമുക്കിപ്പം ഈ ഒരു ലെവലിൽ ഇപ്പൊ നീളം കുറവുള്ളവരുടെ കാരണം ഈ ഒരു ലെവലിലായിരിക്കും ഇരിക്കുക. നീളം കൂടിയവരോ ഇതേ ലെവലല്ല, പൊക്കം വരുന്നതിനനുസരിച്ച് മാറ്റം വരും. അപ്പൊ നീളത്തിന്റെ വ്യത്യാസത്തിനും സീറ്റിന്റെ വ്യത്യാസത്തിനും ഡാഷ്ബോർഡിന്റെ വ്യത്യാസത്തിലൊക്കെ എന്ത് ചെയ്യും, ഇതിന് മാറ്റം ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വല്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ലൈൻ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അതേ രീതിയിൽ നിങ്ങൾ പലയിടത്തും, അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം, നിങ്ങൾ ഈ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് റോഡിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടും. കൂടുതൽ ആൾക്കാർക്ക്, ഒരു 90% ആൾക്കാർക്ക്, ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും തെറ്റിപ്പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ലെഫ്റ്റിലേക്ക് തിരിയുന്ന സമയത്താണ് തട്ടുമെന്നുള്ള പേടി കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് ഈ ലെഫ്റ്റിലേക്ക് പോകണം. ഈ ലെഫ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്ട്രെയിറ്റ് റോഡിന്റെ അതേ അളവ് തന്നെയാണ് നമുക്ക് വളവിലോട്ട് വരുമ്പോൾ ഈ ഭാഗം തന്നെ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിൽ അടുത്താലേ വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് വരുവുള്ളൂ. നിങ്ങളെല്ലാം എന്ത് ചെയ്യും, ഇതുപോലെയുള്ള വളവിലോട്ട് തിരിയുന്ന സമയത്ത് നിങ്ങൾ ഈ ഭാഗത്തേക്ക് നോക്കും. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ തട്ടാതെ കൊണ്ടുവരാൻ വേണ്ടി നോക്കും. അപ്പൊ എന്ത് ചെയ്യും, വണ്ടി അകന്നു പോകും. നമ്മൾ ഈ ഒരു ഭാഗം തന്നെ ചേരണം, കണ്ടില്ലേ? ആ വണ്ടിയായിട്ട് ചേർന്ന് ഇത്രത്തോളം വന്നാലേ, കണ്ടാ ഇപ്പൊ ഇത്രത്തോളം വന്നാൽ നമ്മൾ അപ്പൊ എല്ലാം നേരെ നോക്കി, അതുകൊണ്ട് ആ ഭാഗം നേരെ കയറിപ്പോയ തട്ടുമെന്നാണ് നമുക്ക് പേടി തോന്നുന്നത്. പക്ഷെ നമ്മൾ ഈ ലൈനായിട്ട് നോക്കി, ഈ ലൈനിന്റെ പുറത്താണ് വണ്ടി കിടക്കുന്നത്, കണ്ടില്ലേ? ഈ ഒരു സാധനം വെച്ചേക്കുന്നത് പുറത്താണ്. അപ്പൊ ഈ ഒരു ലെവലിൽ തന്നെ കയറിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല, വണ്ടിയെ തട്ടില്ല, കണ്ടില്ലേ? അല്ലാതെ നമ്മളിപ്പോ ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാലും എന്ത് ചെയ്യും, നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യും, വണ്ടിയെ തട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങോട്ട് പിടിക്കും. അതുകൊണ്ടാണ് സംഭവിക്കുക. നമ്മുടെ ഈ ഭാഗത്തിന്റെ ഉള്ളിലേക്ക് ഒന്നും കയറാതെ നിങ്ങൾ ആ ജഡ്ജ്മെന്റ് വെച്ച് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സൈഡ് ചേർത്ത് വണ്ടി തട്ടാതെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് സൈഡ് ജഡ്ജ്മെന്റ് കിട്ടി നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ തനിയെ വാഹനം ഓടിക്കുവാൻ പേടിയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല,
ലൈസൻസ് നിങ്ങൾ പ്രാക്ടീസ് പോയതല്ലേ, പ്രായം കൊണ്ടാ നിർത്തിക്കുമെന്നും പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലോട്ടാണ്. എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതേണ്ടത്? കാരണം പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട് എന്റെ ജില്ലയിൽ. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തരം യൂസ്ഫുൾ ആയെന്നുള്ളതും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കമന്റ് ആയിട്ട് തന്നെ ചോദിക്കാം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.